ആദരണീയനായ അധ്യക്ഷൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റും എൻഡിഎയുടെ ജില്ലാ ചെയർമാൻ കൂടിയായ ശ്രീ ലിജിൻ ലാൽ, യാത്രാ നായകനും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീമാൻ കെ സുരേന്ദ്രൻ, ഇന്ന് യാത്ര ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള എൻഡിഎയുടെ സമന്നതനായ നേതാവ് BDJS-ന്റെ സംസ്ഥാന ചെയർമാൻ, എൻഡിഎയുടെ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, മുൻ MLA ബഹുമാനനായ PC ജോർജ്, അതേപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായ എൻഡിഎയുടെ ഘടകകക്ഷികളായ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് SJD, കേരള കാമരാജ് കോൺഗ്രസ് ശിവസേന, LJP, RLJP, JRP തുടങ്ങിയ വിവിധ ഘടകകക്ഷികളുടെ സമുന്നതരായ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. കഴിഞ്ഞ 27-ാം തീയതി അത്യുത്തര കേരളമായ കാസർകോട്ട് നിന്നും ആരംഭിച്ച ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന അമരക്കാരനായ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന കേരള പദയാത്രയാണ് ഇന്ന് ഈ കോട്ടയത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. വടക്കേ മേഖലയിലെ വടക്കൻ ജില്ലകളിലെ കാസർകോട്, കണ്ണൂര്, വടകര, വയനാട് ജില്ലകളിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷം ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയിട്ടാണ് എൻഡിഎയുടെ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കേരള പദയാത്ര ഇന്ന് ഈ കോട്ടയത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കേരള പദയാത്രയിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച CPM-ഉം കോൺഗ്രസും പിന്തുടരുന്ന നശീകരണ രാഷ്ട്രീയത്തിനെതിരെ വികസനത്തിലധിഷ്ഠിതവും ജനക്ഷേമത്തിലധിഷ്ഠിതവുമായ ഒരു പുതിയ രാഷ്ട്രീയം മലയാളികളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് എൻഡിഎയുടെ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരള പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഈ CPM-ഉം കോൺഗ്രസും ഇക്കാലമത്രയും നടത്തിയിട്ടുള്ള അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും തീവട്ടി കൊള്ളയുടെയും നശീകരണത്തിന്റെയും രാഷ്ട്രീയത്തിന് പകരം ഒരു ബദൽ രാഷ്ട്രീയമാണ്, നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ CPM-നും കോൺഗ്രസിനും ബദലായി, അവരുടെ ജനവിരുദ്ധ നടപടികൾക്ക് ബദലായി ഒരു ബദൽ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. സത്യത്തിലെ ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ കേരള പദയാത്ര. നേരത്തെ ഒരു പ്രാണപ്രതിഷ്ഠ നടന്നിട്ടുണ്ട്. ആ പ്രാണപ്രതിഷ്ഠയെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ബഹിഷ്കരിച്ചു. ഇപ്പൊ എൻഡിഎയുടെ സംസ്ഥാന അമരക്കാരൻ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഈ ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രാണപ്രതിഷ്ഠയെയും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അവിടെ അവനാടികളിലെ അസ്ത്രങ്ങളും ഉപയോഗിച്ച് എതിർക്കുന്നുണ്ട്. പക്ഷെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് മാർക്സിസ്റ്റ് തെട്ടൂരത്തെ കേരളത്തിലെ മുഴുവൻ സമൂഹവും, അത് ഹൈന്ദവരാവട്ടെ, ക്രിസ്തവരാവട്ടെ, അതേപോലെ ദേശസ്നേഹികളെ മുസ്ലിങ്ങളാവട്ടെ, അവർ രണ്ട് കൈയും ചേർത്ത് ഈ പ്രാണപ്രതിഷ്ഠയെ നെഞ്ചോട് ചേർക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നടത്തിയ ബഹിഷ്കരണത്തെ തള്ളിക്കളയാനും തയ്യാറായി എന്നുള്ളതാണ് വസ്തുത. അതുപോലെ
ഈ ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രാണപ്രതിഷ്ഠയെ തകർക്കാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടികളുടെയും ഈ കോൺഗ്രസിന്റെയും നശീകരണ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ള അനുഭവമാണ് ഈ പദയാത്രയുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെ നടന്ന എല്ലാ പദയാത്രയിലും പ്രിയമുള്ളവരെ ആയിരങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അടിസ്ഥാനപരമായ അനിവാര്യമായ പരിവർത്തനം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേരള പദയാത്രയ്ക്ക് കേരളത്തിലുടനീളം ലഭിച്ചിട്ടുള്ള അത്ഭുതകരമായ ജനപിന്തുണ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു കാര്യം കൂടി മാത്രം സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. കേരളത്തിൽ വലിയൊരു പരിവർത്തനം, നേരത്തെ PC ജോർജ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു പരിവർത്തനം, അത് അടിസ്ഥാനപരമായ പരിവർത്തനം, അനിവാര്യമായ പരിവർത്തനമാണ് കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. സംശയമില്ല. നിങ്ങൾ നോക്കി, ഇനി ഈ LDF-ൽ നിന്നും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും കേരളമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിയിൽ പോയി സമരം നടത്തുകയുണ്ടായി. ഞങ്ങൾ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ഭരണം നടത്താനാണ് കേരളത്തിലെ ജനങ്ങൾ LDF-ന് വോട്ട് ചെയ്തത്, അല്ലാതെ ഡൽഹിയിൽ പോയി സമരം നടത്താനല്ല. രാജ്യ തലസ്ഥാനത്ത് സമരം നടത്താനല്ല, സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഭരണം നടത്താനാണ് ഈ പിണറായിയെ ജനങ്ങൾ ഏൽപ്പിച്ചത്. പക്ഷേ ഭരണം നടത്താൻ അറിയാത്തവർക്ക് സമരം നടത്തുക മാത്രമാണ് പോംവഴിയുള്ളത്. ഭരണം നടത്തുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സാധ്യമല്ല. ഈ ഭരണരംഗത്ത് അവർ 100% നിരക്ഷരരാണ്. സമരരംഗത്ത്, അക്രമരംഗത്ത് അവർ 100% സാക്ഷരരാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഭരണം നടത്താൻ അറിയില്ലെങ്കിൽ പിണറായി രാജിവെച്ച് മറ്റേതെങ്കിലും ജോലി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ സമരാഭ്യാസവുമായി നിങ്ങൾ മുന്നോട്ട് വരണ്ട. ജനങ്ങൾക്കറിയാം നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം പ്രിയമുള്ളവരെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുത്തശ്ശിമാര് സമരം ചെയ്തത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? മുത്തശ്ശിമാർ, മറിയം കുട്ടി, അന്നക്കുട്ടി, ഇതാ ഇപ്പോഴ് മുത്തശ്ശിമാർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജീവിക്കാനുള്ള ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുത്തശ്ശിമാർ ഒരു സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് സമരം സംഘടിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ആദ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് കമ്മ്യൂണിസമാണ് നിങ്ങൾക്കുള്ളത്? എന്ത് കമ്മ്യൂണിസം? ജോലി എടുത്തവന് കൂലി കൊടുക്കാത്ത കമ്മ്യൂണിസമാണോ ഈ പിണറായി വിജയൻ നടപ്പാക്കുന്നത്? ജനവിരുദ്ധത ഇവരുടെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ അഴിമതി, തീവട്ടിക്കൊള്ളയാണ് ഈ ഗവൺമെന്റ് ഭരണകാലം നടക്കുന്നത്. ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നടന്നത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ബുദ്ധദേവ് ഭട്ടാചാര്യക്കും അതുപോലെ ജ്യോതി ബസുവിനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യകൂദാശ ബംഗാളിലും പ്രാവർത്തികമാക്കാൻ 34 വർഷം വേണ്ടി വന്നെങ്കിൽ ത്രിപുരയിൽ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം CPM-ന്റെ അന്ത്യകൂദാശ കർമ്മം നടത്താൻ 25 വർഷം വേണ്ടി വന്നെങ്കിൽ ഈ കേരളത്തിൽ CPM-ന്റെ അന്ത്യകൂദാശ കർമ്മം നിർവഹിക്കാൻ പിണറായിക്ക് 10 വർഷമേ വേണ്ടിവരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വിമർശിക്കുമ്പോൾ അതൊക്കെ കോൺഗ്രസിനെതിരായ വിമർശനവുമായി കണക്കാക്കണം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും യാതൊരു മടിയും മറയുമില്ലാതെ ഇപ്പോ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പാണ്, ഇനി കോൺഗ്രസിനാരും വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതാ PC ജോർജ് സൂചിപ്പിച്ചത്. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല CPM-ഉം. അതുകൊണ്ട് ബുദ്ധിയുള്ളവര്, തലയ്ക്ക് വെളിവുള്ളവര്, CPM-ന്റെ കൂടെ നിൽക്കുന്നവർ, കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവർ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം അണിചേരാൻ തയ്യാറാകണമെന്നുള്ള ആഹ്വാനമാണ് ദേശീയ ജനാധിപത്യ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പദയാത്രയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
ഇവിടെ രാഷ്ട്രീയ മാറ്റം, രാഷ്ട്രീയ പരിവർത്തനം ഉണ്ടാകണം. അതിന്റെ സമര സന്ദേശവുമായിട്ടാണ് ഈ കേരള പദയാത്ര. ഈ കേരള പദയാത്രയെ അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ ഇവിടുത്തെ മുഴുവൻ ജനാവലിയും തയ്യാറാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കീ.